ഒടുക്കത്തെ വെയിലല്ലേ? ഭയങ്കര വെയില്. മരണ തിരക്കും ഇന്ന്. ഫുഡ് കഴിച്ചാ? ഇല്ല, കഴിച്ചില്ല. കഴിക്കണ്ട നമുക്ക്. തിരക്കുണ്ടാവില്ലേടാ? അവിടെ തിരക്കൊന്നും ഉണ്ടാവില്ല. ഒത്തിരി പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് അവിടെ. നല്ല ഫുഡും ആണെന്ന് തോന്നുന്നു. കൈയോടെ പോയി നമുക്ക് കഴിച്ചു നോക്കാം. വേഗം വാ. ഫ്രൈ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ആവും. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ 7ാമത്തെ ദിവസത്തിരിക്കുകയാണ് അല്ലെ. വിഭവസമൃദ്ധമായ ഭക്ഷണമായിരുന്നു ഇത്രയും ദിവസം ഉണ്ടായിരുന്നത്. അതെ, ചിക്കൻ ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വെജിറ്റേറിയൻ ഭക്ഷണം ആവശ്യമുള്ളവർക്ക് അത് ഉണ്ടായിരുന്നു. 3 നേരവും കൃത്യമായിട്ട് ഇവിടെയും അതുപോലെ തന്നെ മറ്റ് 12 കേന്ദ്രങ്ങളിലും കൃത്യസമയത്ത് തന്നെ ഭക്ഷണ വിതരണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് മഹാരാജാസ് സ്റ്റേഡിയം ഗ്രൗണ്ടിലുള്ള കൂട്ടുപുരയിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. ആദ്യം തന്നെ ചോറ് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. ബാക്കി അവിയലുണ്ട്, മോരുകറിയുണ്ട്, സാമ്പാറുണ്ട്, തോരൻ, അച്ചാറ്, അങ്ങനെ എല്ലാ ദിവസവും ഇത്തരത്തിൽ ഒന്നിൽ കൂടുതൽ കറികളോട് കൂടിയ ഉച്ചയ്ക്ക് ചോറാണ് ഇവിടെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ വൈകിട്ടും ഇനിയിപ്പോ ചായ നേരത്തെ നമുക്ക് വരണം. രാവിലെ പാലും മുട്ടയും കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. അതുപോലെ തന്നെ രാത്രി ചപ്പാത്തിയും അതുപോലെ തന്നെ കറികളൊക്കെ ഉണ്ടാവും. ബീഫ് ഉണ്ടാവാറുണ്ട്. അതുപോലെ കലവറ വൃത്തിയാക്കി വെക്കുന്നത് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യവും കുട്ടികൾ ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകുമ്പോഴത്തേക്കും പിന്നീട് അടുത്ത നേരം തിരിച്ചു വരുമ്പോൾ ഏറ്റവും ശുചിയായിട്ടാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. അതിന് പ്രത്യേകം വോളണ്ടിയേഴ്സിനെയും നമ്മൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. NSS, NCC, അതുപോലെ തന്നെ തൊഴിലാളികളും ഇവിടെ അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ടീച്ചേഴ്സ് അസോസിയേഷൻ, അതെ, ഭക്ഷണം കമ്മിറ്റിയുടെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് KSC ആണ്, കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ. ഫുഡ് മാത്രമല്ല കേട്ടോ, അടിപൊളി പാട്ടും നമുക്ക് ഇവിടെ വന്ന് കേൾക്കാൻ പറ്റും. രുചിയെടുന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. രുചിയെടുത്തിൽ വന്ന് കേൾക്കാൻ പറ്റും. പാട്ട് കേട്ട് ഭക്ഷണം കഴിക്കാം എന്നുള്ളതും ഉണ്ട്. അതൊക്കെ എല്ലാ സമയവും പാട്ടുണ്ടാവാറുണ്ട് തോന്നുന്നു. രാത്രിയിലാണ് മെയിൻ ആയിട്ട് നമ്മുടെ മഹാരാജാസിലെ കുട്ടികളൊക്കെ വന്ന് പാട്ട് പാടുന്നത് ഇവിടെ. അതുപോലെ തന്നെ മ്യൂസിക് കോർണർ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഭക്ഷണമൊക്കെ അടിപൊളിയാണ്.